നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ട്രാൻസ്ഫർ മാർക്കറ്റും അതുപോലെ റയലിൻ്റെ ഇലക്ഷനുമൊക്കെ വളരെ സജീവമാണല്ലോ. ഇതാ ഫ്ലോറന്റിനോ പെരസിട്ട ബോംബ് മ്യൂണിക്കിൽ പൊട്ടിയിരിക്കുന്നു. യെസ്, കഴിഞ്ഞ ദിവസം ഫ്ലോറന്റിനോ പെരസ് പറഞ്ഞു 150 മില്യൺ യൂറോ വരെ ഓഫർ ചെയ്ത് ഫുട്ബോൾ ചരിത്രത്തിൽ റയൽ മാഡ്രിഡ് വാങ്ങിയ ഏറ്റവും വലിയ താരമായിട്ടൊരാളെ കൊണ്ടുവരാൻ പോവുകയാണെന്ന്. അതാരാന്ന് ചോദിച്ചപ്പോൾ ആളെ പറഞ്ഞില്ല. പല പേരുകൾ ചോദിച്ചു. ഒലീസയുടെ പേരും കൂടെ ചോദിച്ചതാണ്. ഇല്ല എന്ന് അന്ന് അദ്ദേഹം ഡിനൈ ചെയ്തെങ്കിലും അത് ഒലീസയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. നമ്മൾ ഇന്നലെ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കാര്യം റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഹോസെ ഫെലിക്സ് ഡയസ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ പെരസ് ഡിനൈ ചെയ്തെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒലീസയെ തന്നെയാണെന്ന്. ഇന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനയും ഫെലിക്സ് പറഞ്ഞത് എടുത്തുകൊണ്ട് പറയുന്നു, Florentino Perez plans to launch €150 million official bid on Tuesday for Michael Olise. ഒലീസയ്ക്ക് വേണ്ടിയിട്ടാണ് ആ 150 മില്യൺ യൂറോയുടെ ബിഡ് വെക്കാൻ പോകുന്നത്. ആ പേര് അദ്ദേഹം ലൈവിൽ നിഷേധിച്ചെങ്കിലും ക്ലബ്ബ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പെരസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മെയിൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് മൈക്കൽ ഒലീസയാണ് എന്ന് ഫബ്രീസിയോ റൊമാനോ ഹോസെ ഫെലിക്സ് ഡയസിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ബയൺ മ്യൂണിക്ക് താരത്തെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 150 മില്യൺ യൂറോ എന്നുള്ളത് വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓഫറാണ്. പക്ഷേ അത് ഇനീഷ്യൽ ഓഫർ മാത്രമാണ്. ഒരു 180 മില്യൺ യൂറോ വരെയൊക്കെ ഒരു പക്ഷേ റയൽ മാഡ്രിഡ് പോയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുമ്പോഴാണ് ബയണിൻ്റെ മനം മാറുമോ എന്നുള്ള ചോദ്യം വരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ബയണിൻ്റെ ഉലി ഹോനസ് പറഞ്ഞിരുന്നത് നോ ചാൻസ് ടു സെൽ നോട്ട് ഈവൻ ഫോർ 200 മില്യൺ യൂറോസ് എന്നാണ്. 200 മില്യൺ യൂറോ തന്നാലും ഒലീസയെ വിൽക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ റിയലി 150 മില്യൺ യൂറോസ് ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ളൊരു തുകയും കൊണ്ട് റയൽ വരുമ്പോൾ നിഷേധിക്കാനാകുമോ ബയേണിന് എന്നതാണ് ചോദ്യം. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. എന്തായാലും ഇപ്പോൾ ഒലീസയെ അവെയറാണ്, ഒലീസയെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് റയൽ പോകുന്നു എന്നുള്ള വിവരം. അദ്ദേഹം ഇപ്പോൾ ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം അങ്ങ് US വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ നിൽക്കവെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്തായാലും അദ്ദേഹം വേൾഡ് കപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. മൈക്കൽ ഒലീസ എന്ന 24-കാരൻ ബയൺ മ്യൂണിക്കിന് വേണ്ടി 2025-26 സീസണിൽ പൊളിച്ചടുക്കിയ പ്രകടനമാണല്ലോ നടത്തിയത്. 52 കളികളിൽ നിന്ന് 42 എണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 22 ഗോളുകളും 22 ഗോളുകളും 26 അസിസ്റ്റുകളുമായിട്ട് ടോട്ടൽ 48 ഗോൾ കോൺട്രിബ്യൂഷൻ കൊണ്ട് അവരുടെ മുന്നേറ്റത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഓരോ 84 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. 41 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. 127 കീ പാസുകൾ കൊടുത്തിരുന്നു. 278 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തിരുന്നു. 124 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ മൈക്കൽ ഒലീസയെ പൊളിച്ചടുക്കിയ ഒരു സീസൺ കടന്നു പോകുമ്പോൾ ബയൺ അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ടീമിനും കണ്ണടച്ച് നിരസിക്കാനാവാത്ത ഒരു വമ്പൻ ഓഫറുമായിട്ട് ഇതാ റയൽ എത്തുന്നു. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.